നേരം പതിയെ വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പാറു എണീറ്റ് കുളപ്പടവുകൾ ഇറങ്ങി. അയൽവക്കത്തുള്ള ലക്ഷ്മിയേട്ടത്തിയും കുട്ടികളും കടവിലുണ്ടായിരുന്നു. ആ നനച്ചുള്ള കുളി പാറുവിനെ ശരീരം ഉന്മേഷവതിയാക്കുമായിരുന്നു. ലക്ഷ്മിയേട്ടത്തി മാധവമാമയ്ക്കുള്ള വിവാഹാലോചനയെക്കുറിച്ച് വായ തോരാതെ സംസാരിക്കാൻ തുടങ്ങി. മാധവനിത് എന്തു ഭാവിച്ചാണ്? വയസ്സാകുന്ന സമയത്ത് ആരെങ്കിലും ഒരിത്തിരി വെള്ളം കൊടുക്കാൻ വേണ്ടേ? എന്നും നിങ്ങളുണ്ടാകുമോ? ചാരു മരിച്ചിട്ട് വർഷങ്ങൾ ഇത്രയായിരിക്കുന്നു. എന്നും കുന്നും മരിച്ചുപോയവരെക്കുറിച്ചോർത്ത് മനം വെങ്ങിയാ മതിയോ? പാറു നിശബ്ദത പാലിച്ചു. ചാരുവിനെക്കുറിച്ചോർത്താൽ അതൊരു പാവമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്താ? ഉള്ള സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ആ പാവത്തിനുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു നിർത്തി. പാറു തിരുമ്മിയ തുണികൾ ഉലച്ചു പിഴിഞ്ഞ് പടവിൽ വെച്ച് മുങ്ങിക്കയറി. നേരം വെളുത്തു കഴിഞ്ഞിരിക്കുന്നു. കഴുകിയ തുണികൾ അഴയിൽ വിരിച്ചിടുമ്പോൾ മാധവമാമ തന്നെയും നോക്കി പൂമുഖത്തിരിക്കുന്നത് കണ്ട പാറുക്കുട്ടി പതിയെ കാണാത്ത ഭാവത്തിൽ അകത്തേക്ക് നടന്നു. നങ്ങേമയും ശങ്കുനായരും ഉമ്മറത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മരുമകളെ അവർ നന്ദിപൂർവ്വം നോക്കി. അവരുടെ മനസ്സിൽ തങ്ങളുടെ മകൻ അനുഭവിക്കുന്ന വേദനയോ ആത്മരോഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നൊരു വിശേഷം നടന്നു. നങ്ങയുടെയും മാധവൻ്റെയും മാമൻ്റെ കുട്ടികളും മാമയും അമ്മായിയും ആ വീട്ടിലേക്ക് വന്നു. ആ ഒരു സന്ദർശനത്തിൽ എന്തോ ഒരപാകതയുണ്ടെന്ന് നങ്ങയ്ക്ക് തോന്നി. അവരെല്ലാവരും കുറച്ചകലെയാണ് താമസം. ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനം എന്തിനാണെന്ന് നങ്ങയ്ക്കറിയാം. മാമയ്ക്ക് 4 കുട്ടികളാണ്. 2 ആണും 2 പെണ്ണും. രണ്ടാമത്തെ കുട്ടിയെ വിവാഹം ചെയ്ത ആൾ ഒരു പടുമരണത്തോടെ കാലം നീങ്ങി. അതിലൊരു കുട്ടിയുമുണ്ട്. കൃഷ്ണവേണി എന്നാണ് അവളുടെ നാമധേയം. കണ്ടാൽ സുന്ദരി തന്നെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. വന്നാൽ പിന്നെ 2 ദിനത്തേക്ക് തിരികെ പോവില്ല. മാധവൻ്റെ സമീപത്തു നിന്നും മാറുകയുമില്ല. നങ്ങ പല പ്രാവശ്യം കൃഷ്ണവേണിയെ താക്കീതും ചെയ്തിട്ടുണ്ട്. അതെങ്ങാനും നടന്നാൽ സ്വത്ത് പോയ വഴി കാണുകയുമില്ല. നങ്ങ ആലോചനയിലാണ്ടു. പാറു, ഇന്നത്തെ കറികളൊക്കെ എൻ്റെ വക. മാധവേട്ടന് ഇഷ്ടപ്പെട്ട കറികൾ ഏതെല്ലാമെന്ന് എനിക്കറിയാം. കൃഷ്ണവേണി അതും പറഞ്ഞ് പയറുപ്പേരിക്ക് വേണ്ടി മുറിച്ചു വെച്ചു. പാർവതി നിശബ്ദം ചോറ് വാർത്തു വെച്ചു. ഇടയ്ക്കെപ്പോഴോ പരമൻ പാറുവിൻ്റെ അരികെ വന്ന് അവളുടെ മുഖത്തെ ഭാവം എന്തെന്ന് നോക്കി. മുഖത്തെ ഭാവത്തിനെ അയാൾക്ക് നിർവചിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും 10 മണിക്കഞ്ഞി കുടിച്ചപ്പോൾ അവളും തന്നെ അനുകൂലിച്ചുകൊണ്ട് അരികെ വന്നിരുന്നു. കഴിച്ചത് അയാൾ ഓർത്തു. കുട്ടി കരയുന്നത് കണ്ടപ്പോൾ അയാൾ കുട്ടിയെയും എടുത്ത് തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി.